വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഫംഗ്ഷൻസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു PHP പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ വൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിലുടനീളം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഫംഗ്ഷനെ വിളിച്ചാൽ മാത്രം മതി. നമുക്ക് ആ ഫംഗ്ഷൻ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്, രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PHP ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ആ PHP പ്രോഗ്രാമിൽ തന്നെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് PHP-യിലുടനീളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എക്കോ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി PHP-യുടെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ഇനി രണ്ടാമത്തേത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യും. ദെൻ ഫംഗ്ഷന്റെ പേര്. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന്റെ പേര് ഞാൻ പ്രിന്റ് മെസ്സേജ് എന്ന് കൊടുക്കുന്നു. ദെൻ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എക്കോ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത്. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതി ഞാനിതിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. കാരണം ഞാനിവിടെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രിന്റ് മെസ്സേജ് എന്നും പറഞ്ഞു കൊടുക്കുന്നു. പ്രിന്റ് മെസ്സേജ് റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെമികോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഹലോ വേൾഡ് എന്നും പറഞ്ഞ് എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹലോ വേൾഡ് എന്നുള്ള സ്ഥാനത്തേക്ക് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പാരാമീറ്റർ പാസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ എനിക്കിപ്പം ഹലോ വേൾഡ് എന്നുള്ള സ്ഥാനത്ത് ഹലോ ജോൺ എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡോളർ നെയിം എന്നുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ പാരാമീറ്റർ ഞാൻ റിസീവ് ചെയ്തു. എന്നിട്ട് ഇവിടെ അത് പ്രിന്റ് ചെയ്തു. ഹലോ ഡോളർ നെയിം എന്നും പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇത് ഇങ്ങനെ റിസീവ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്ന് പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ജോൺ എന്നും പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ ഞാൻ പ്രിന്റ് മെസ്സേജ് എന്നുള്ള ഫംഗ്ഷനിൽ ജോൺ എന്ന് പറയുന്ന പാരാമീറ്റർ പാസ് ചെയ്തു. അത് പ്രിന്റ് മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ റിസീവ് ചെയ്ത് ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്ത വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷനിൽ ഉടനീളം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഹലോ ജോൺ എന്നാണ്. അതായത് ജോൺ എന്ന് പറയുന്ന പേര് ഞാൻ പാരാമീറ്റർ പാസ് ചെയ്ത് അത് ഫംഗ്ഷൻ റിസീവ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജോൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് രണ്ട് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. സം എന്നുള്ള പേര് ഞാൻ മാറ്റി കൊടുത്തു. രണ്ട് വേരിയബിൾ, രണ്ട് നമ്പറിന്റെ സമ്മാണ് വേണ്ടത്. അപ്പം N1, ഡോളർ N2 രണ്ട് നമ്പർ ഞാനിവിടെ റിസീവ് ചെയ്തു. ദെൻ ഞാനിവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഡോളർ റിസൾട്ട് ഈക്വൽ ടു ഡോളർ N1 പ്ലസ് ഡോളർ N2. N1ഉം N2ഉം ഞാനിവിടെ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. 10, 20. 10, 20 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് പാരാമീറ്റർ ആയിട്ട് ഞാൻ പാസ് ചെയ്യുന്നു. ഈ 10 എന്ന് പറയുന്നത് N1ഉം 20 എന്ന് പറയുന്നത് N2ഉമാണ്. 10ഉം 20ഉം N1ഉം N2ഉം കൂട്ടി റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ദെൻ എക്കോ ഡോളർ റിസൾട്ട് ഞാൻ പ്രിന്റ് ചെയ്തു. ഇപ്പം ഇത് റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു എറർ കിട്ടിയിട്ടുണ്ട്. കോൾ ടു അൺഡിഫൈൻഡ് ഫംഗ്ഷൻ പ്രിന്റ് മെസ്സേജ് എന്നാണ്. വേറൊന്നുമല്ല, ഞാനിവിടെ സം എന്നുള്ള പേരാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ കോൾ ചെയ്യുന്നത് പ്രിന്റ് മെസ്സേജ് എന്നാണ്. ഞാൻ ആ പേര് മാറ്റി സം എന്ന് കൊടുത്തു.
ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് 30 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഞാനിവിടെ രണ്ട് പാരാമീറ്റർ പാസ് ചെയ്തു, അത് ഫംഗ്ഷനിൽ റിസീവ് ചെയ്തു. ആ രണ്ട് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് സമ്മ് കണ്ടുപിടിച്ചു. ആ സമ്മ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇതുപോലെ നമുക്ക് എത്ര പാരാമീറ്റർ വേണമെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ എത്ര പാരാമീറ്റർ ആണോ പാസ് ചെയ്യുന്നത് അത്രയും പാരാമീറ്റർ തന്നെ നമ്മൾ ഫംഗ്ഷനിൽ റിസീവ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒരു ഫംഗ്ഷനിൽ എങ്ങനെയാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് റിട്ടേൺ $n1 പ്ലസ് $n2, അതായത് ഈ ഫംഗ്ഷൻ രണ്ട് നമ്പർ കൂട്ടിയിട്ട് കിട്ടുന്ന വാല്യൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്സസിബിൾ ആണ്. ഇതിപ്പോ ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് അവിടുന്ന് ഒരു വാല്യൂ റിട്ടേൺ ആ ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനിൽ നമ്മളത് റിസീവ് ചെയ്യണം. എക്കോ $സം ഓഫ് 1020. ഇപ്പം ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് 30 ആയിട്ട് കിട്ടും. അതായത് ഞാനിവിടെ ഫംഗ്ഷനിലെ പാരാമീറ്റർ പാസ് ചെയ്തു, അതിവിടെ റിസീവ് ചെയ്തു, അതിന്റെ സമ്മ് ഔട്ട്പുട്ട് കിട്ടി, അത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്ത സംഭവം ഞാനിവിടെ എക്കോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാനത് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഫംഗ്ഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്